ഈ കവിയരങ്ങിൻ്റെ അധ്യക്ഷ എഴുത്തുകാരി കൂടിയായ ശ്രീ NK പ്രഭ, കൊച്ചിൻ സാഹിത്യ അക്കാദമി കാവ്യമിത്രം കഥാമിത്രം ഗ്രൂപ്പിൻ്റെ സെക്രട്ടറിയും ഈ ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിനുമായ ശ്രീ റോബിൻ പള്ളുരുത്തി, ഈ കവിയരങ്ങിൻ്റെ സ്വാഗതം ആശംസിച്ച എഴുത്തുകാരിയും എൻ്റെ സുഹൃത്തു കൂടിയായ JR ജ്യോതിലക്ഷ്മി, അതേപോലെ ഈ പരിപാടിയിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന എഴുത്തുകാരൻ അനിൽ മണ്ണൂർ, മറ്റ് പ്രിയപ്പെട്ട എഴുത്തുകാരെ, കൊച്ചിൻ സാഹിത്യ അക്കാദമി 9ാമത്തെ സീസൺ കവിയരങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കാനിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു പുസ്തക വിൽപ്പനക്കാരനാണ്. ഒരുപക്ഷെ പലരും ഈ ഭാഗത്തുകൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിൽ വെച്ചൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവും. ഞാൻ 2009 മുതൽ ട്രെയിനിൽ പുസ്തകം വിറ്റ് പോരുന്ന ഒരാളാണ്. എന്താണ് സാഹിത്യകാരന് ഇന്ന് സമൂഹത്തിൽ നിർവഹിക്കാനുള്ള കടമ? ഒരിക്കൽ അന്തേൻ ചെക്കോവിനോട് ഒരു വായനക്കാരൻ ചോദിച്ചു, താങ്കൾ എന്തിനാണ് എഴുതുന്നത്? അപ്പോൾ അന്തേൻ ചെക്കോവ് പറഞ്ഞത്, താങ്കളുടെ അല്ലെങ്കിൽ വായനക്കാരുടെ ജീവിതം എത്ര നെറികെട്ടതും എത്ര ദുരിതപൂർണവുമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ എഴുതുന്നത് എന്നാണ്. ചെക്കോവിന്റെ വാക്കുകൾക്കകത്ത് ഒരു എഴുത്തുകാരന്റെ ലക്ഷ്യമെന്താണെന്നൊരു സൂചനയുണ്ട്. കവിത സാഹിത്യരംഗത്തെ മറ്റ് കൈവഴികളെ പോലെയല്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നോവലിലൂടെയോ കഥയിലൂടെയോ ചിത്രത്തിലൂടെയോ സിനിമയിലൂടെയോ ഒന്നും പറയാൻ കഴിയാത്ത മാനസികമായ വൈകാരികമായ വിഷയങ്ങളാണ് കവിതയ്ക്ക് കാരണമാകുന്നതെന്നാണ്. അപ്പോൾ കവിതയാണ് സാഹിത്യത്തിൽ അതിൻ്റെ ഏറ്റവും പൂർണ്ണതയുള്ള മേഖല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കവിതയിലൂടെ പറയുന്നത് കവിതയിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് ആ പറഞ്ഞതിൻ്റെ സൂചന. ഏതായാലും സമൂഹത്തിൽ എഴുത്തുകാർക്ക് വലിയ സ്വാധീനമുണ്ട്. വായനക്കാർ ഓരോ വർഷവും അധികരിച്ചു വരികയാണ്. പലരും പറയുന്നത് പോലെ വായന മരിക്കുന്നൊന്നുമില്ല. വായന ഒരിക്കലും മരിക്കില്ല. വായന എക്കാലത്തുമുണ്ട്. ഒരുപക്ഷെ ചില കാലങ്ങളിൽ ചിലർ വായനയിൽ നിന്ന് പുറത്തു പോയേക്കാം. അതിന് പകരം മറ്റുള്ളവർ വായനയിലേക്ക് വരുന്നുണ്ട്. ഈ കവിയരങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഈ ഗ്രൂപ്പിലെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.